ഹായ് ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമസ്കാരം. വിവേകാനന്ദൻ വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിവേകാനന്ദൻ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫയർ എക്സ്പെരിമെന്റ് ആണ്. അതായത് നമ്മൾ സിനിമകളിലൊക്കെ ഫയർ സ്റ്റണ്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇത്തരം ഫയർ സ്റ്റണ്ടിന് പിന്നിൽ തീർച്ചയായിട്ടും ഒരു സയൻസ് മറഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫയർ സ്റ്റണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിന് പിന്നിലെ സയൻസ് എങ്ങനെയെന്നുമാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, കുട്ടികൾ ആരും തന്നെ ഈ വീഡിയോ അനുകരിക്കരുത്. പാരൻസിൻ്റെ പ്രസൻസിൽ മാത്രം ഈ വീഡിയോ ചെയ്യാൻ ശ്രദ്ധിക്കുക. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിമ്മിൻ്റെ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ലൈറ്റർ ആവശ്യമുണ്ട്. പിന്നെ നമുക്കൊരു സ്പൂൺ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൊല്യൂഷൻ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബൗൾ ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഇത് സാധാരണ മിനറൽ വാട്ടർ ആണ്, അതായത് നമ്മുടെ പച്ചവെള്ളമാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, ഇതാണ് ബ്യൂട്ടൈൻ ഗ്യാസ്. നിങ്ങൾ ഇത് പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഈ ലൈറ്ററിനുള്ളിലൊക്കെ വരുന്നത് ബ്യൂട്ടൈൻ ഗ്യാസ് ആട്ടോ. അതുപോലെ തന്നെ പോർട്ടബിൾ ഗ്യാസ് സ്റ്റൗവിൽ നമ്മുടെ ബ്യൂട്ടൈൻ ഗ്യാസ് വരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നമ്മുടെ LPGയിൽ വരുന്നുണ്ട്. അതായത് ബ്യൂട്ടൈൻ ആൻഡ് പ്രൊപ്പൈൻ ഗ്യാസ് മിക്സ്ചറാണ് നമ്മുടെ LPG ഗ്യാസിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ സൊല്യൂഷൻ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് മിനറൽ വാട്ടർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഇത്രയും മതിയാവും കേട്ടോ. ഇനി കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സ്പൂൺ ഉപയോഗിച്ച് ഈ സൊല്യൂഷൻ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പതയായിട്ട് ഇനി നമ്മുടെ ബ്യൂട്ടൈൻ ഗ്യാസ് ഈ നമ്മുടെ സൊല്യൂഷൻ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. മച്ചന്മാരെ, നമ്മുടെ ഗ്യാസ് ഇവിടെ ഫില്ല് ചെയ്തിട്ട് ഇവിടെ ഫോം ക്രിയേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. നമുക്ക് എങ്ങനെ റിയാക്ഷൻ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മച്ചന്മാരെ, നമ്മുടെ ബൗളിനുള്ളിലെ സൊല്യൂഷൻ കത്തിക്കുമ്പോൾ അടിപൊളിയായിട്ടാണ് കേട്ടോ ഫ്ലെയിം ബേൺ ഔട്ട് ആകുന്നത്. നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ നടന്ന് സഡനായിട്ടാണ്, കണ്ടില്ലേ, ഇതാ ഫ്ലെയിം പുറത്തു വരുന്നത്. മച്ചന്മാരെ, നമ്മുടെ ഫയർ എക്സ്പെരിമെൻറ്റിന് പിന്നിലെ സയൻസ് എന്താണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്ലെയിം എപ്പോഴും മുകളിലോട്ട് മാത്രമേ കത്തുകയുള്ളൂ. നമ്മുടെ കയ്യിലോട്ട് നോക്കുമ്പോൾ സോപ്പ് ലിക്വിഡിൻ്റെ ഈർപ്പുണ്ട്. ഈ സോപ്പ് ലിക്വിഡിൻ്റെ ഈർപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ അതൊരു ലെയറായിട്ട് ആക്ട് ചെയ്യുകയും നമ്മുടെ കൈയിനെ പൊള്ളാതെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ബബിളിനുള്ളിലെ ഫ്ലെയിം മുഴുവനായും കത്തിയ ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഫ്ലെയിം ബേൺ ഔട്ട് ആകുന്നു. അതുകൊണ്ട് തന്നെ
കത്തിക്കട്ടെ. അടിയിലത്തൊക്കെ ശരിക്കും തൂത്തുകളാ വേണ്ട. വേണ്ടാന്നാ അവന്റെ മുഖം കണ്ടോണേ.